ഒന്നും മിണ്ടാതിരിക്കുന്നേ. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ ധിക്കരിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നെല്ലാം അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ. എന്റെ മനസ്സിൽ നിങ്ങളാണ് ദൈവം. ഒരമ്മ പ്രസവിച്ച മക്കളല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ചേട്ടനിയന്മാരെ പോലെയല്ലേ. അതെന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. ട്രഡീഷൻ, റെസ്പെക്ട്, ഫാമിലി, എല്ലാവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റുള്ളവർക്കും വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴുള്ള സന്തോഷം, അതാണ് ഒരു സഹോദരൻ എന്ന രീതിയിൽ ഞാൻ ചെയ്യേണ്ട കടമ. നിങ്ങൾ അങ്ങനെ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാനൊരു അഡ്വൈസറെ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓരോ മാസവും ഇവർക്ക് 20,000 രൂപയാ ശമ്പളം കൊടുക്കുന്നത്. അള്ളാഹ് നമുക്ക് ഒരുപാട് കൃഷിഭൂമിയും ധാരാളം സമ്പത്തും കനിഞ്ഞു നൽകിയിട്ടുണ്ട്. മാഷാ അല്ലാ. അതോടൊപ്പം തന്നെ ഈ സമൂഹം നമ്മെ അതുപോലെ ബഹുമാനിക്കുന്നുമുണ്ട്. നല്ല പേരും അത് ശരിയാ. ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമാണ്. ദൈവത്തിന് നന്ദി. ഒരു അഡ്വൈസർ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറയുന്നത് അതൊരു തരം വ്യത്യസ്തമായ അനുഭവമാണ്. പക്ഷേ ഏട്ടാ, എത്ര കാലത്തേക്ക് ഒരാൾക്ക് തിന്നും കുടിച്ചും കിടന്നുറങ്ങിയും കാലം കഴിച്ചു കൂട്ടാൻ പറ്റുക? ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് അതിൽ ബിസി ആയിട്ട് വേണ്ട ജീവിക്കാൻ. ഈ ചെസ് കളിക്കുന്നതൊക്കെ ഓക്കെയാണ്. അല്ല അഡ്വൈസർ സാറേ, ഞങ്ങളിവിടെ സീരിയസ് ആയി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. എന്തുപറ്റി? നിങ്ങളെന്താ മുഖം വീർപ്പിച്ച് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എന്താ അങ്ങനെ? ഒന്നുമില്ല സാറേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ പറയത്തക്ക രീതിയിൽ ഒരു ജോലി ഇല്ല സാറേ. നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി ഞാൻ തരാം. തൽക്കാലം ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് അതെ അതെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അങ്ങനെ ഉമ്മെന്ന് ആയെന്നും പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്നിട്ട് ഈ ജോലിക്ക് 20,000 രൂപയെ കിട്ടുന്നുള്ളൂ. ഞാനിത് എവിടെ ചെന്ന് പറയും? നിങ്ങൾ എന്നോട് ഗുഡ് ബൈ എന്നൊരു വാക്ക് പറഞ്ഞാ ഞാനങ്ങ് പോയേക്കാം. ഇത്രയുള്ള കാര്യം ദൈവം തമ്പുരാന് പോലും ഇത്രയും ഈസിയായ ഒരു ജോലി കണ്ടെത്താൻ പറ്റില്ല. പറ്റുമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതേട്ടാ, ഇതവന്റെ ഡ്രസ്സിലേക്ക് ഒന്ന് ഒഴിച്ചാരേ. പോയി ഡ്രസ്സ് കഴുകിട്ട് വരട്ടെ. അങ്ങനെയെങ്കിലും ഒരു ജോലി ചെയ്യട്ടെ. ചേട്ടാ, ഇനി ചേട്ടൻ ഒരു റൗണ്ട് കളിക്കേ. എന്നെ കളിച്ച് തോപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഇതൊരെണ്ണം ഇങ്ങോട്ട് വെച്ചാ മതിയെന്നേ. ഒന്നുകൂടെ കളിക്കേ. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം വളരെ ശരിയാണ് ഏട്ടാ. പക്ഷേ ഞാൻ ആലോചിക്കുന്ന എന്താന്ന് വെച്ചാ, ഏയ് ഒരു മിനിറ്റ്, വണ്ടി നിർത്തിക്കേ. എന്റെ കൈയൊന്ന് പിടിച്ച് ഞാനൊന്ന് താഴേക്കിറങ്ങട്ടെ. ശരിക്കൊന്ന് പിടിക്കടോ. ഇറങ്ങും സാറേ. അവള് വീണ്ടും മുഖം മറച്ച് കെട്ടിരിക്കുകയാണല്ലോ. എന്റെ സാറേ, ഈ കൊച്ചിന് ഈ സ്കൂട്ടർ എവിടുന്നാ കിട്ടിയത്? അതിന്റെ താക്കോല് എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്തു. മൂക്കുത്തി വെറുതെ വെച്ചിരിക്കുന്നത് പോലെ ഇതും വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. നീ വീണ്ടും ആ മൂക്കുത്തി ഇട്ടു അല്ലേ? ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. അത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മരുമോളെ അനുഗ്രഹിക്കാനുള്ളതാ. ഈ ഫാമിലിയുടെ ആചാരമാണത്. ഒരു വെക്ക്. അച്ഛനല്ലേലും ഷൗനോടാ സ്നേഹമുള്ള, എന്നോടല്ല. അവന്റെ ഭാര്യ വരുമ്പോ ഈ മൂക്കുത്തി അണിയും. എന്നിട്ട് ഈ കുടുംബത്തിലെ ഒരു പെണ്ണായിട്ട് ഞാനിത് നോക്കി നിൽക്കണോ അല്ലേ? ഇതാ അച്ഛന്റെ മൂക്കുത്തി അച്ഛൻ തന്നെ വെച്ചോ, എനിക്ക് വേണ്ട. അനിയ ഒരു മിനിറ്റ്. എന്റെ കൺമുമ്പിൽ വെച്ച് നമ്മുടെ കുടുംബത്തിലുള്ള പെണ്ണിനെ നീ വഴക്ക് പറയാ? നോക്ക് അങ്കിളെ, വഴക്ക് പറഞ്ഞതല്ല, എന്നെ അപമാനിച്ചതാ. ചേട്ടാ, ചേട്ടൻ ഇവളുടെ ഈ മുതലക്കണ്ണീരൊന്നും കണ്ട് മയങ്ങി പോകരുത്.
അതായത് നമ്മുടെ കുടുംബത്തിന്റെ ആചാരം നമുക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ സാധനം നിങ്ങൾ തന്നെ വെച്ചോളൂ. ഇതാ ഒരൊറ്റ എടാ, നിന്നോട് പറഞ്ഞു മനസ്സിലായില്ലേ? മേലിൽ എന്റെ മുമ്പിൽ വെച്ച് അവരോട് നീ ദേഷ്യപ്പെടരുത്. അത് ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? വാ മോളെ, വാ. വാ ഒന്നും തന്നാലോ? വാ. വാ മോളെ. സാർ, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തെടുക്കാനാ? പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഉത്സവത്തിനൊരു നാട്യനാടകം കാണാൻ പറ്റും സാറേ. ഇല്ല, എനിക്കത് കാണുന്നതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ വന്ന് കാണാം. ഈയിടെയായിട്ട് പഴയ ഡാൻസ് ഒന്നും ആരും ചെയ്യാറില്ലെന്നേ, എല്ലാം മാറിപ്പോയില്ലേ. ഇപ്പൊ എന്തോതരം ബ്രേക്ക് ഡാൻസ് ഒക്കെയാ ചെയ്യുന്നേ. മുഖം മൂടി പൊതച്ച് ഇതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് കൊച്ചുപ്രായമൊന്നും അല്ലല്ലോ. അവനും വളർന്ന് വലുതായല്ലോ, അവനും കറങ്ങി നടക്കുകയായിരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടിയാൽ അത് മോശമല്ലോ. എടാ എണ്ണം കെട്ടവനെ, നീ ഇവിടെ നിന്ന് എന്തോ ചെയ്യുവാടാ? ഷാനൂടെ ഡാൻസ് കളിക്കാൻ പോവാ. ഞങ്ങൾ ഇന്നൊരു കലക്കും. ഓ, ഷാവിന് ഡാൻസ് കളിക്കും പോലും. നോക്ക്, എല്ലാ വർഷവും കാജല ഡാൻസാ നടക്കാറ്. ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കും. നീ നോക്കിക്കോ, ഷാവോന്റെ ഡാൻസ് ഒന്നും ഇവിടെ നടക്കാൻ നീ പോകുന്നില്ല. ആരാ അതൊക്കെ പറയാ? ഒന്നും മിണ്ടാതിരുന്നേ. നീ ഒന്ന് പോടാ. ദേ കാജല വന്നല്ലോ. എവിടെ? നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കൂടുന്നത്? അതൊന്നും കാര്യാക്കണ്ട. നീ എന്താ ഇത്ര ലേറ്റ് ആയേ? ഒന്നും പറയണ്ട. ആ മൂക്കുത്തിയോടൊപ്പം ഞാനും കുടുങ്ങിപ്പോയി. അയ്യോടാ, ശരി പോട്ടെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. നീ പെട്ടെന്ന് അകത്തേക്ക് പോ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡ്രസ്സൊക്കെ റെഡിയാണോ? അതൊക്കെ എപ്പോഴേ എന്നാ റെഡി. ശരി, ഇനി ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് പോന്നേക്ക്. ആ ശരി, നീ അതോർത്ത് വിഷമിക്കണ്ട. നീ ശരി, ചെല്ല്, ഞാൻ ഞാൻ പോട്ടെ. വന്നേക്കാം. എന്താടാ കഴുത നോക്കി നിൽക്കുന്നേ? പോടാ അങ്ങോട്ട്. ഇതെന്താ ഇങ്ങനെയായി പോയത്? ചില സംഭവങ്ങൾ മധുരമായി പോകുന്നു, ചിലത് വേദനയായി പോകുന്നു. മധുരം പക്ഷെ ഇപ്പൊ എല്ലാം കൈവിട്ടങ്ങോട്ട് പോയി, ഒന്നും തരില്ല. രുജുഭായ്, എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ പറ്റുമോ? അതായത് രുജുഭായ്, നല്ല കയ്പുള്ള സാധനത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം? താനിത് എന്തോ കണ്ടോണ്ടിരിക്കുക? ഉത്തരം പറയേ, മറുപടി പറ. കൈപ്പുള്ള സാധനത്തിന് എന്താ ഇത്ര പ്രാധാന്യം?